നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴിയാകും നിർണായകമാവുക എന്ന പ്രോസിക്യൂഷന്റെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയേറ്റെങ്കിലും അടച്ചിട്ട കോടതി മുറിയിലെ മഞ്ജുവിന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്താൻ ഇടയാക്കിയ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് താരം തുറന്നു പറഞ്ഞു. 2012 ഫെബ്രുവരി 12 ഷൂട്ടിങ്ങിനായി പോയിരുന്ന ദിലീപിന്റെ പഴയ ഫോണിൽ നിന്നാണ് മഞ്ജുവിന് ആ ഞെട്ടിക്കുന്ന സത്യം ബോധ്യമായത്. കാവ്യ മാധവൻ അയച്ച മെസ്സേജുകൾ വായിച്ചാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മഞ്ജു മനസ്സിലാക്കിയത്. അന്ന് കാവ്യയും താനും തമ്മിൽ അടുത്ത സൗഹൃദത്തിലായിരുന്നതിനാൽ മഞ്ജു പൂർണ്ണമായും തകർന്നുപോയി. ദിലീപിനെ വിളിച്ചെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞുമാറി. പിന്നാലെ കാവ്യയെയും കാവ്യയുടെ അമ്മയെയും വിളിച്ചു. കാവ്യയുടെ അമ്മ ദിലീപുമായുള്ള ബന്ധത്തിൽ തങ്ങൾക്കും ആശങ്കയുണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിച്ചു. കൂടാതെ മറ്റൊരു നടിക്കും റിമി ടോമിക്കും ഈ വിവരം അറിയാമെന്നും അമ്മ മഞ്ജുവിനോട് പറഞ്ഞു. ദുഃഖം താങ്ങാനാവാതെ വന്നപ്പോൾ മഞ്ജു അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ എന്നിവരെ വിളിച്ച് വിവരമറിയിച്ചു. 2012 ഫെബ്രുവരി 4 ഇവർ മൂവരും ചേർന്ന് അതിജീവിതയായ നടിയുടെ വീട്ടിൽ എത്തി. ആദ്യം വികാരാധീനയായ നടി പിന്നീട് തൻ്റെ പിതാവിൻ്റെ നിർബന്ധപ്രകാരം മഞ്ജുവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഒടുവിൽ ഈ വിഷയങ്ങൾ ദിലീപിനോട് ചോദിച്ചപ്പോൾ കാവ്യ ഒരു പൊട്ടിയാണ്, ഒരു കുട്ടിയാണ് എന്നെല്ലാം പറഞ്ഞ് ദിലീപ് ഒഴിഞ്ഞുമാറി. ഈ ബന്ധം തകരാൻ കാരണം അതിജീവിതയായ നടിയാണെന്ന് ദിലീപ് തെറ്റിദ്ധരിച്ചു. ഈ തെറ്റിദ്ധാരണ പിന്നീട് ദിലീപിന് നടിയോട് രൂഢമൂലമായ വൈരാഗ്യമായി മാറി. അതാണ് ഈ ഗൂഢാലോചനയിലേക്കെല്ലാം നയിച്ചത് എന്ന് മഞ്ജു മൊഴി നൽകി. മറ്റൊരു പ്രധാന കാര്യം, ദിലീപിൻ്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ വിവാഹമോചനം മ്യൂച്വൽ പെറ്റിഷൻ ആക്കിയത് താനാണെന്ന കാര്യം ഓർക്കുന്നില്ല എന്ന് മഞ്ജു പറഞ്ഞതിലെ വൈരുദ്ധ്യം ദിലീപിന് സഹായകരമായി എന്നുള്ളതാണ്. ഈ വാർത്തയിൽ ഇനി എന്തെല്ലാം നടക്കും, എന്തെല്ലാം വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.